ഉറക്കം ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷനിൽ തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടൻ സംഭവിച്ചത് തന്നെയാണ്. നിങ്ങൾ ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഈ രാത്രിയാണ് ഞങ്ങൾ അധികം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഉറക്കം വരുന്ന സമയത്ത് മിക്സ് മിഠായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി, അത് അല്ലെങ്കിൽ ചൂയിങ്കം കഴിക്കും. അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഉറക്കം വരുവാണെങ്കിൽ പറയുക, അതിന്റെ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിന്നാണ്, തൊടുപുഴയാണ് എന്റെ വീട്. പല സമയത്തും 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ചെയ്യാറുള്ളത് രാത്രിയാണ്. അപ്പൊ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക, അതുപോലെ തന്നെ AC ഇട്ട് ഉറങ്ങാതിരിക്കുക. അല്ലെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് AC ഇട്ട് രാത്രി വണ്ടിക്കകത്ത് തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് ക്ലാസ് രാത്രി ഇട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MBD എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലത്തെ? ഞങ്ങൾക്ക് എല്ലാവർക്കും MBD പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാരണം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് കളയുന്നത് അല്ലെ, ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല, ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. വേറെ ചൂടുള്ളത് കൊണ്ട് പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങൾ മോശമാക്കി പറയുന്നതല്ല, ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോഡിൽ വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അതിവിടെ വെക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെ. ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സെക്കൻഡ് ഇയർ ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട്, പക്ഷേ കോളേജിന് പാർക്കിംഗ് സൗകര്യമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായം വേണ്ടി ഞങ്ങൾ ചോദിക്കാണ്. ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും കാലിന് ചുവപ്പ് കാണാത്ത പിജോയുടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യും. തെറ്റിയടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ്. മേയർ കൂടെ കേൾക്കുന്ന ഞങ്ങൾ പെറ്റിയടിക്കുന്നില്ല, നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം അടിക്കുന്നു. നിങ്ങളത് നിയമലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നാടിന് നല്ല പുത്തൻ സംസ്കാരം ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രശസ്തമായ നമ്മുടെ ആശുപത്രിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരിവിടെ നിങ്ങളെല്ലാം കൂട്ടിരിപ്പിക്കുകയും ഇത് ശിരസ വഹിക്കും. നമുക്ക് നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമുക്ക് കൈവക്കാം. കൃത്യം മറുപടിയാണ് ആസിഫ് പറഞ്ഞ രണ്ട് കാര്യം. ആസിഫിനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഉൾപ്പെടെ അനുഭവങ്ങളാണല്ലോ, അത് ആസിഫ് ഭയങ്കര വൈഭവം പറയും. ഇത് വലിയ നല്ല ചോദ്യം, എനിക്ക് പറയാൻ മറുപടി വരാൻ ആവേശം, അത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടാലേ. എന്റെ പേര് ശ്രീചന്ദ് എന്നാണ്. ഞാൻ ഇവിടെ ബൗൺസർ ക്ലബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ പിന്നെ കാണാൻ പറ്റും അറിയാം. അപ്പം ബാംഗ്ലൂർ ലൈസൻസ് ഫിലിമിനെ പറ്റിയിട്ട് മേയർ മേഡം പറഞ്ഞു, നമുക്കിവിടെ MIT അല്ലെങ്കിൽ CT100 അങ്ങനത്തെ ഏറ്റവും CC പറഞ്ഞ വണ്ടികളാണ് ലൈസൻസ് 2 വീലറിന് കൊടുക്കുന്നത്. ബാംഗ്ലൂർ ലൈസൻസ് ഫിലിമിൽ അവർ ഓടിക്കുന്ന വണ്ടി RD 350 പറഞ്ഞ വണ്ടിയാണ്. അതൊരു കാലത്ത് റേസിംഗ് ടെക്ടർ ആയിരുന്നു പേര്, പക്ഷേ RD ഫുൾ ഫോം റേസിംഗ് ഡിറൈവ്ഡ് ആണ്, ജാപ്പനീസ് മേഡ് വണ്ടിയാണ്. ആ വണ്ടി ഒരുപാട് പേര് 8 ലക്ഷം 10 ലക്ഷം കൊടുത്ത് ധോണിയുടെ റേസിന് പുറകെ പോകുന്നുണ്ട്. ധോണി തൃശ്ശൂർ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലൈസൻസ് എടുക്കുന്നത് ഒരു വണ്ടിയും നമ്മൾ ഓടിക്കുന്നതും അച്ഛനും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് 4 സിലിണ്ടറും 6 സിലിണ്ടറും വലിയ വലിയ വണ്ടികളാണ് പിന്നെ കയ്യിൽ വരുന്നത്. അപ്പോൾ യുവാക്കളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഈ ചെറിയ ഒരു വിളക്കത്തിൽ കത്തിച്ച് പഠിച്ച ആൾ വലിയ കഥയിലേക്ക് പോയി ജീവിതം ഉപയോഗിക്കും. അതുകൊണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഏത് CC വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നതെന്നും അടുത്തത് എത്ര അപ്ഗ്രേഡ് ചെയ്യുന്നുള്ളത് ചിന്തിക്കണം. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു വീഡിയോ വെള്ളരി സ്റ്റേഷന് മുന്നിൽ ഒരു ബ്ലോഗ് എടുക്കുന്നതിന്റെ ഭാഗമായി മരിച്ചു. കല്ലിന്റെ ഫാമിലിന്റെ ഒരു സൂപ്പർ കാർ ആയിരുന്നു. ഇങ്ങനെ വന്നതും തട്ടിയതൊക്കെ അതേ ദിവസം 6 മണിക്കൂർ മുന്നേ എനിക്ക് എന്റെ ലൈസൻസിന്റെ പേരിൽ ഒരു ചാർജും എന്റെ ജീപ്പിന്റെ പേരിൽ ഒരു ചാർജും കിട്ടി. അപ്പൊ അന്ന് രാത്രി ഞാൻ MVD-യോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ ചെയ്തത് തെറ്റ്. പക്ഷേ നിങ്ങളൊന്ന് ബീച്ചിൽ പോയി നോക്കി, ഒരുപാട് സൂപ്പർ കാർ നിലം വിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ സ്പീഡിൽ വിൽക്കും, ഇവിടെ നമ്മൾ ഓടിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കും. അപ്പം എന്റെ ചോദ്യം എന്താ സത്യം പറഞ്ഞാൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാണ്. അപ്പം ഈ 800-ന്റെ മുകളിൽ എത്ര ലൈസൻസ് കിട്ടുന്ന ആളുകൾ പിന്നെ വാങ്ങിക്കുന്നത് സിവിക്കും എക്കോഡും പിന്നെ അങ്ങനത്തെ വലിയ വലിയ വണ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിന്റെ അഭിപ്രായത്തിൽ ലൈസൻസ് കൊടുക്കേണ്ട മെത്തേഡ് എന്താണ്? എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും LBD ആണെങ്കിലും നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നത് ഒരിക്കലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അവർ നമ്മളെ പറ്റി കരുതലുള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ യുക്തി കൂടി അതിന്റെ ഭാഗമാണ്. അത് ചിന്തിച്ച് നമ്മൾ അതിനോട് അതനുസരിച്ച് പെരുമാറുക എന്നുള്ളത്. ഒരു ചോദ്യമുണ്ട്, ലാസ്റ്റ് ചോദ്യമാണ്. അംബാസഡർ ആയിരുന്നു ഞാൻ ഓടിച്ചു പഠിച്ചത്. എനിക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടി അംബാസഡർ ആയിരുന്നു. ഒരുപാടുണ്ട്. എന്നാലും എഞ്ചിൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് V8 എഞ്ചിനുള്ള പെട്രോൾ കാറാണ് എനിക്ക് ഓടിക്കാൻ പേഴ്സണലി ഇഷ്ടം. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. വണ്ടികളെക്കാൾ ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് ഏത് വണ്ടിയാണെങ്കിലും ഓടിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എല്ലാ വണ്ടികളോടും ഇഷ്ടമുണ്ട്, പക്ഷേ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത്. ഈ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇത്രയും സമയം നമ്മളുമായിട്ട് ഇറങ്ങിയത് ആസിഫിലെ ഒത്തിരി സന്തോഷം. ഒരു ദീപക് ധർമ്മത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള 24 ബ്യൂറോ ടീമാണ്. ദീപക് ധർമ്മത്തിന്റെ ചോദ്യം കൂടി അവസാനം. അപ്പോൾ 2 ട്രെയിൻ ആണെന്ന് ഞാൻ അറിയാം. ഒന്ന് ഫുഡ്, രണ്ടാമത് ട്രെയിൻ. ഈ സ്പീഡ് ഫ്രണ്ട്ലിയാണെന്ന് പറഞ്ഞു. രണ്ടാമത് എനിക്ക് പഴയ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വണ്ടി ഓടിച്ചോണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ണൂരേക്ക്
എന്ന സമയം വലിയ പോകുന്നില്ല അല്ലാതെ ട്രൈ ചെയ്യുന്ന ഒരു ശീലമുണ്ടല്ലോ എത്രമാത്രം തെറ്റി കിട്ടിയിട്ടുണ്ട് എത്രമാത്രം ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഈ അന്തവൈകി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലോ സ്പീഡിൽ പോകുന്നതാണല്ലോ ആദ്യം ഇഷ്ടം സ്പീഡിൽ പോകുന്നതായിരുന്നു ദീപക്കേട്ട ഇഷ്ടം. അത് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ഒരു വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും സ്പീഡിൽ പോകാൻ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റൈൽ പണ്ടതായിരുന്നു. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സ്പീഡിൽ പോകുക എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ആണ് ശരിക്കും, അല്ലെ അത് പാലിക്കുന്നതാണ് ശരിക്കും സ്റ്റൈൽ. അതാണ് ജെന്റിൽമാൻഷിപ്പ് എന്ന് പറയുന്നത്. പെറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ തമാശക്കാണ് ഇത് സീരിയസ് എടുക്കരുത്. എന്റെ എല്ലാ വണ്ടികളുടെ ഓരോ ആൽബം ഉണ്ട് എന്ന കയ്യിൽ. ഒത്തിരി സന്തോഷം. 2024 അവസാനിക്കുന്ന സൂപ്പർ ഹിറ്റ്, 2025 രേഖാചിത്രം സൂപ്പർ, അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ നമ്മൾ ചെയ്ത ആസിഫലിക്ക് നല്ലൊരു കൈ. ഇങ്ങനെ ഒരു വേദി കണ്ടുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയാം, രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാഹനപ്രേമിയാണ് ബഹുമാനപ്പെട്ട മമ്മൂക്ക. അത് മമ്മൂക്ക എന്നുള്ളത് എങ്ങനെയാണ് മമ്മൂട്ടി ചേട്ടനായത് എന്ന് അറിയണമെങ്കിൽ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ അതിനും കൂടെ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.